ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് ഖത്തർ വരെ പോകാൻ ഒരു വൺ ഡേ ഷോർട്ട് ടൈം ട്രിപ്പാണിത്. അവിടെ ചെന്നത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഞാനിത് ഷാർജ എയർപോർട്ടിൻ്റെ അകത്തൂടെ കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് കുറേ പെട്ടികളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുന്നത്. ഏതൊക്കെ വീട്ടിലോട്ടാണ് ദൈവത്തിന് മാത്രം അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ അറേബ്യയുടെ ഒരു ഫ്ലൈറ്റ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പോകുന്നു. എന്തൊരു തിരിയാണ്! ആ തിരിക്കുന്ന തിരിപ്പ് കൊണ്ട് എനിക്ക് വയ്യ. ഞാനിപ്പോൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. ചേച്ചിമാർ കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പുറത്ത് ചാടണം, ഏതൊക്കെ വാതിലുകളുണ്ട്, മാസ്ക് വെക്കണം, അത് വെക്കണം, ഇത് വെക്കണം, ഇങ്ങനെ വെക്കണം, അതൊക്കെയാണ് ചേച്ചിമാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പേപ്പർ എടുത്ത് പൊക്കി കാണിക്കും എന്നാണ് പേപ്പർ എടുത്ത് പൊക്കി കാണിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇതേ ഫ്ലൈറ്റ് പൊങ്ങാൻ പോകുന്നു. എൻ്റെ അമ്മേ, നാട്ടുകാരെ ഓടിക്കുക, ഫ്ലൈറ്റ് പൊങ്ങുന്നേ, ജീവനോടെ ഉണ്ടായിരുന്ന ഭാഗ്യം. ഓക്കെ, അങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കണം. അപ്പുറത്തെ കാഴ്ചകളൊക്കെ ചെറുതായിട്ട് കണ്ടിട്ട് ഓക്കെ, ഇനി എൻ്റെ മികച്ച തീരുമാനം എൻ്റെ ഹെഡ്ഫോണൊക്കെ ഒന്ന് എടുത്ത് താഴെ വെക്കണം, ഒന്ന് മുടി സെറ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് മുടി സെറ്റ് ചെയ്യാം എന്നുള്ള മുടി സെറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു ചൈനീസ് ചേട്ടൻ ഇരിപ്പുണ്ട്. ചൈനീസ് ചേട്ടൻ എന്നെ തോളിച്ചാരുമെന്നാണ് വിചാരിച്ചത്. ഭാഗ്യം കൊണ്ട് ചാഞ്ഞില്ല, പാവത്തിന് ഉറക്കമില്ലാത്തതാണല്ലായിരിക്കും. ഞാനിത് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റെന്ന് തോന്നുന്നു, പാവം. ഓക്കെ, അങ്ങനെ ആകാശത്തെ കുറേ കാഴ്ചകളെല്ലാം കണ്ട് ഫ്ലൈറ്റ് പെട്ടെന്ന് പോയി ഖത്തറിൽ ലാൻഡ് ചെയ്തു. ഓക്കെ, 1 മണിക്കൂർ ട്രാവലിംഗേ ഉള്ളൂ കേട്ടോ ഗൈസ്, ദുബായ് ടു ഖത്തർ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും 1 മണിക്കൂർ ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ ദുബായ് ടു ഖത്തർ. ഖത്തർ ബേസ് അവർ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, വാവ്. ഇനി അറേബ്യയുടെ മികച്ച തീരുമാനം ഞങ്ങളെ പുകച്ച് പുറത്തിയടിക്കുക. പുകച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ പുകയ്ക്കൽ. ഓക്കെ, ഞങ്ങളെ പുകച്ച് പുറത്തിയടിച്ചു. ഞാനിപ്പോൾ പുറത്തോട്ട് വന്നു. പുറത്ത് ഇപ്പോൾ ദോഹ എയർപോർട്ടിൻ്റെ അകത്തെത്തി. ഇമിഗ്രേഷൻ ഉണ്ട്, എന്തെല്ലാം കുനിഷ്ടകൾ ചോദിക്കുമെന്നറിയില്ല. എന്തൊക്കെ ചോദിച്ചാലും ഞാൻ പറയും. ഓക്കെ, അങ്ങനെ പുറത്തോട്ട് വന്നു. ഇനി കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അത് നടന്നില്ല. കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തു. അത് കണ്ട് നിങ്ങൾ ആഹ്ലാദിക്കൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിൽ ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും സന്ധിക്കും വരെ വണക്കം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഖത്തർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബൈ ബൈ, സീ യു.